ബിഗ് ബോസ് താരമായാണ് റോബിൻ രാധാകൃഷ്ണനെ മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. കുണ്ടറയിൽ BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കൂടുതൽ പേർക്ക് റോബിൻ പരിചിതനായി. ഇപ്പോൾ ഇതാ വിവാദവും കൂടിയായതോടെ എല്ലാം പൂർത്തിയായി. ബിഗ് ബോസ് ഷോയിലെ സഹതാരമായ വേദലക്ഷ്മിയാണ് റോബിൻ 8 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. സുഹൃത്ത് അഭിൽദേവിൻ്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം രൂപയും തട്ടിയെടുത്തു. ലക്ഷ്മിയുടെ വാക്കുകൾ വെറുമൊരു തട്ടിപ്പാരോപണം മാത്രമല്ല, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ റോബിൻ രാധാകൃഷ്ണൻ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കുന്നുവെന്നും പറയുന്നുണ്ട്. അതിനിടെ റോബിൻ പണം വാങ്ങുന്നതിൻ്റെ തെളിവായി വീഡിയോയും പുറത്തുവന്നു. ബിഗ് ബോസ് താരവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന റോബിൻ രാധാകൃഷ്ണനെതിരെ സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ പേരാണ് രംഗത്ത് വരുന്നത്. ബിഗ് ബോസ് താരം കണ്ടന്റ് ക്രിയേറ്ററുമായ വേദലക്ഷ്മിക്ക് പിന്നാലെ പ്രമുഖ ഫാഷൻ ഡിസൈനർ അഭിൽദേവും റോബിനെതിരെ പരാതികളുമായി രംഗത്തെത്തി. ഇത് റോബിൻ രാധാകൃഷ്ണൻ പണം കടം വാങ്ങിയെന്ന് സ്ഥിരീകരിക്കുന്ന വീഡിയോകളാണ്. റോബിൻ പണം വാങ്ങിയെന്നും അത് തിരികെ നൽകാൻ ബാധ്യസ്ഥനാണെന്നും സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ. 8 ലക്ഷം രൂപയാണ് വേദലക്ഷ്മിക്ക് നൽകാനുള്ളത്. റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസിൽ വരുന്നതിൻ്റെ ആ ഒരു ടൈമിലും അതിന് മുന്നേ ആയിട്ടൊക്കെ തന്നെ അറിയാവുന്ന ആളാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 8 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതിപ്പോൾ ആൾ പ്രസ് മീറ്റ് നടത്തി എന്തൊക്കെ അതിനെതിരെ പറഞ്ഞാലും തെളിവ് ഉൾപ്പെടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൾ അതിനകത്ത് പറഞ്ഞത് സ്വന്തം ഇമേജ് പോവാതിരിക്കാൻ. സോ ആ സാമ്പത്തിക തട്ടിപ്പ് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ഒരു എൻഡിങ് പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് പറ്റി, അതുപോലെ ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇതിനെ കാണുന്നത്. ഇനി ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതിൽ എൻ്റെ പേരിൻ്റെ കൂടെ അബിലിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ പിക്ചറിലില്ല, എനിക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഒരാളെയും കൂടെ പിടിച്ചിട്ട് അങ്ങനെ ഇടുക എന്നുള്ള രീതിയിലാണ് എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അഭിൽദേവിന് 45 ലക്ഷം രൂപയും നൽകാനുണ്ട്. രസം എന്ന് പറയുന്നത് 45 ലാക്സിലൊന്നല്ല അതിലുള്ള കഥ. അത് നമ്മൾ ബൈ ഹാൻഡ് ക്യാഷ് ആയിട്ട് കൊടുത്തതുകൊണ്ട് അതേപോലെ തന്നെ അക്കൗണ്ട് വഴി കൊടുത്തതുകൊണ്ട് രണ്ട് രീതിയിൽ തന്നെയാണ്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ താൻ BJPക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് റോബിനെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ലക്ഷ്മിയും അഭിലും ശ്രമിച്ചെന്ന് പരാതി നൽകുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് വേദലക്ഷ്മി പറയുന്നത്. അതേസമയം ഹണി ട്രാപ്പിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ അഭിലിന്റെ പെരുമ്പാവൂരിലെ വീട്ടിൽ നിന്നും എടുത്ത വീഡിയോയും ലക്ഷ്മി തെളിവായി നൽകുന്നു. 2025 വർഷത്തില് അഭിബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,500 രൂപ ഇനി അഭിബ്രോന് കൊടുക്കാനുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,70,500 രൂപ അഭിപ്രോവിന് കൊടുക്കുന്നതാണ്. വിഷയത്തിൽ നേരത്തെ BJP സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു. അതേ തുടർന്ന് റോബിൻ അടിയന്തരമായി 5 ലക്ഷം രൂപ മടക്കി നൽകി. ബാക്കി തുക പിന്നീട് നൽകാം എന്നായിരുന്നു റോബിൻ പറഞ്ഞത്. പിന്നീട് ബാക്കി പണം തിരികെ ചോദിച്ചപ്പോൾ ഇരുവരെയും ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അസഭ്യം പറയുകയും ചെയ്തെന്നും ഇവർ ആരോപിക്കുന്നു. ആദ്യം ചെറിയ തുകകൾ കടം വാങ്ങി കൃത്യസമയത്ത് തിരികെ നൽകി വിശ്വസ്തത നേടിയെടുക്കുന്നതാണ് റോബിന്റെ രീതിയെന്നാണ് ഇരുവരുടെയും ആരോപണം. പിന്നീട് സൗഹൃദം മുതലെടുത്ത് പലപ്പോഴായി വലിയ തുകകൾ കൈക്കലാക്കിയെന്നും ഇവർ പറയുന്നു. അതേസമയം ആരോപണങ്ങളിൽ റോബിൻ രാധാകൃഷ്ണന്റെ ഭാഗം വ്യക്തമായിട്ടില്ല. പരാതികളിൽ പോലീസ് അന്വേഷണം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ നിർണായകമാകും. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.